ഏവർക്കും നമസ്കാരം. ഇന്നൊരു ചോദ്യത്തോടെയാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്വയം ഉത്തരം പറഞ്ഞാൽ മതി. കഴിഞ്ഞ കാലത്ത് നിന്നും ഇന്ന് നിങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളെടുത്ത ഒരു തെറ്റായ തീരുമാനം, അല്ലെങ്കിൽ ദുഃഖപര്യവസായിയായ ഒരു ബന്ധം, ചെയ്യാഞ്ഞ ഒരു കാര്യം, അതുമല്ലെങ്കിൽ പറയേണ്ടിയിരുന്നില്ല എന്ന് ഖേദിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ പറയേണ്ട സമയത്ത് പറയാൻ കഴിയാതെ പോയ ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും ഇന്ന് മനസ്സിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെപ്പോലെ ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്, ഞാൻ ഉൾപ്പെടെ. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന പരമ്പരയിലെ പുതിയൊരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതാണ്: കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷേ സംഭവങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് മാറ്റാൻ നമുക്ക് സാധിക്കും. അതിൽ നിന്നൊരു പാഠമെങ്കിലും പഠിക്കാനും കഴിയും. നമ്മുടെ ജീവിതം ദിവസേന മുമ്പോട്ട് പോകുമ്പോൾ ഒന്നൊന്നായി നാം നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. ചില ദിവസങ്ങൾ നമുക്ക് വലിയ സന്തോഷം തരും, എന്നാൽ മറ്റു ചില ദിവസങ്ങളാകട്ടെ ഉള്ളിൽ ആഴത്തിലുള്ള മുറിവുകളോ ദേഷ്യമോ കടുത്ത നിരാശയോ മാത്രമായിരിക്കും ബാക്കി വെക്കുക. ഉള്ളിൽ വലിയൊരു വിഷമമുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് ദിവസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം ആ പഴയ സംഭവങ്ങൾ മനസ്സിനുള്ള ഒരു സിനിമയുടെ റീൽ പോലെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എത്രയൊക്കെ സങ്കടപ്പെട്ടിരുന്നാലും കഴിഞ്ഞ കാലം ഒരു തരി പോലും മാറ്റാൻ നമുക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ ആ സങ്കടം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. ഇംഗ്ലീഷിൽ അതിനൊരു നല്ല വാക്കുണ്ട്, പിറ്റി പാർട്ടി. ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കറിയില്ലായിരുന്നു. കോളേജിലെ അവസാന വർഷം വീഴ്ചകളും തകർച്ചകളും നിറഞ്ഞതായിരുന്നു. ചില കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ എൻ്റെ ഈഗോ കൊണ്ട് ഞാൻ കോളേജ് ഇലക്ഷനിൽ നിൽക്കാൻ സമ്മതിച്ചു. എനിക്കിത് വേണ്ട എന്നുറപ്പിച്ചു പറയാനുള്ള നട്ടല് അന്ന് എനിക്കില്ലായിരുന്നു. വരും വരായികളെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു. എന്നാൽ മറ്റു ചിലർ ചേർന്ന് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ എനിക്കെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തി. ഞാൻ പിന്മാറണമെന്ന് എൻ്റെ മറ്റ് നല്ല കൂട്ടുകാർ കണ്ണീരോടെ എന്നോട് അപേക്ഷിച്ചതാണ്. പക്ഷെ ഞാൻ കേട്ടില്ല. ഞാൻ ആ ഇലക്ഷനിൽ ജയിച്ചു. പക്ഷെ അതിനുശേഷമുണ്ടായ നാടകീയ സംഭവങ്ങൾ ആ വർഷം മുഴുവൻ ഒരു ദുരന്തമാക്കി മാറ്റി. ഒരു വലിയ ഖേദമാണ് എനിക്ക് സമ്മാനിച്ചത്. പിന്നെ പലപ്പോഴും ഇലക്ഷനിൽ നന്നായി നിന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ മാനസിക വിഷമം വർഷങ്ങളോളം ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളെ മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ തുടങ്ങി. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഓരോന്നായി ഞാൻ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ കാലം മാറ്റാൻ എനിക്ക് കഴിയില്ലായിരുന്നു, പക്ഷെ അതിൽ നിന്നുള്ള പാഠങ്ങൾ മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. മറ്റൊരാളുടെ കയ്യിലെ പാവയായി മാറാതെ കൃത്യമായ സമയത്ത് പറ്റില്ല എന്ന് പറയാനും അവിടെ നിന്നും മാറി നടക്കാനുമുള്ള വലിയൊരു പാഠമാണ് അനുഭവം എന്നെ പഠിപ്പിച്ചത്. സംഭവം മാറിയില്ല, പക്ഷെ അതിന്റെ മൂല്യം മാറി, എൻ്റെ കാഴ്ചപ്പാട് മാറി. ഈ മാറ്റം നമ്മുടെ ജീവിത വിജയങ്ങൾക്കും ബാധകമാണ്. പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ വരുമ്പോൾ നാം കാണിക്കേണ്ടത് എളിമയാണ്. നീൽ ആംസ്ട്രോങ്ങിന്റെ കാര്യം തന്നെ എടുക്കാം. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനായി ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് എന്നത്തേക്കും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ? എന്നെപ്പോലെ ട്രെയിനിങ് കിട്ടിയ ഏത് ബഹിരാകാശ യാത്രികനും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ ഞാൻ ചെയ്തുള്ളൂ. ആ സമയത്ത് അവിടെ ആയിരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി, അത്രമാത്രം. അത് വെറും ഒരു കപട എളിമയായിരുന്നില്ല. തന്റെ ജീവിതത്തിലെ ഭാഗ്യത്തെയും സാഹചര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ വാക്കുകളായിരുന്നു അത്. അത്യപൂർവവും എന്നാൽ ഏറ്റവും ശരിയുമായ മറുപടി. നമ്മുടെ സന്തോഷകരമായ കഴിഞ്ഞ കാലത്തോടുള്ള ഏറ്റവും നല്ല പ്രതികരണം എന്നത് തലക്കനം കൂടാതെ എളിമയോടെയുള്ള നന്ദി മാത്രമായിരിക്കണം. പക്ഷെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ കാര്യമോ? അവയല്ലേ നെഗറ്റീവ് ചിന്തകളുമായി നമ്മളെ തടവുകാരാക്കി മാറ്റുന്നത്. ഈ കെണിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ആരോടെങ്കിലും നമ്മൾ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ദേഷ്യവും പകയും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് നമ്മൾ വിഷം കുടിച്ചിട്ട് അത് കഴിഞ്ഞ് മറ്റേയാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. ക്ഷമിക്കുക എന്നത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമല്ല, പകരം നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ തന്നെ എടുക്കുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഇനി തെറ്റുപറ്റിയത് നമ്മുടെ ഭാഗത്താണെങ്കിലോ ആ കുറ്റബോധം ധൈര്യത്തോടെ നമ്മൾ അങ്ങ് ഉപേക്ഷിക്കണം. തെറ്റുകൾ എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അത് അടുത്ത തവണ നന്നായി ചെയ്യുവാനുള്ള ഒരു അനുഭവം മാത്രമാണ്. അത് ഇനി ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാക്കാം. എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ എന്നും മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അവർക്ക് വേണ്ടി എനിക്ക് ഒത്തിരി കൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കാറുണ്ട്.
പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ ഒക്കുന്നത് ഇന്ന് എൻ്റെ കൂടെയുള്ള പ്രായമായവർക്ക് വേണ്ടി ഇന്ന് എനിക്ക് ചെയ്യാൻ ഒക്കുന്നത് ചെയ്യുക എന്നതാണ്. നമ്മുടെ ഇന്നലകളിലെ ഒരു വരി പോലും തിരുത്തി എഴുതാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അതിനെ ഇന്ന് നമ്മൾ എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്ക് മാത്രമാണ്. ആരോ പറഞ്ഞതുപോലെ നിങ്ങൾ പുസ്തകത്തിൻ്റെ പഴയ അധ്യായം തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാൽ പുതിയ അധ്യായം നിങ്ങൾക്ക് ഒരിക്കലും തുടങ്ങാൻ കഴിയില്ല. ഇനി എപ്പോഴെങ്കിലും പഴയൊരു സങ്കടമോ ഓർമ്മയോ നിങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ വന്ന് മുട്ടിയാൽ അതിനെ അകത്തേക്ക് വിളിച്ച് സൽക്കരിക്കാൻ നിൽക്കരുത്. ദീർഘമായി ഒരു ശ്വാസമെടുക്കുക. എന്നിട്ട് ഇന്നത്തെ നിങ്ങളുടെ വിവേകത്തോടെ ആ ഓർമ്മയെ നോക്കി ചോദിക്കുക, നീ എന്നെ എന്താണ് പഠിപ്പിക്കാൻ വന്നത്? കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് നിർത്തി കാര്യങ്ങളെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ നമുക്ക് മനസ്സിനെ ശീലിപ്പിക്കാം. ആ സംഭവത്തിന് നിങ്ങൾ നൽകുന്ന അർത്ഥം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ആ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. കാരണം സമാധാനമുള്ള ജീവിതം എന്നാൽ തെറ്റുകളോ ഖേദങ്ങളോ ഇല്ലാത്ത ജീവിതമല്ല, മറിച്ച് ആ ഖേദങ്ങളെ വിജയകരമായി വിവേകമാക്കി മാറ്റിയെടുക്കാനുള്ള ജീവിതമാണ്. താങ്ക് യു.